ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് ഓൺ പി എസ് സിയുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബയോളജി ചാപ്റ്ററായിട്ടുള്ള സെൽ അതിൻ്റെ 2 ക്ലാസ്സസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ചെന്ന് കാണുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മൈറ്റോകോൺട്രിയ, ഇന്നത്തെ ടോപ്പിക്ക് മൈറ്റോകോൺട്രിയ ആണ്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് പ്ലാസ്റ്റിഡ്സ്, റൈബോസോം, സൈറ്റോസ്കെലിറ്റൻ, സീലിയ, ഫ്ലജല്ല, സെൻട്രോസോം, സെൻട്രിയോൾസ്, ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കൂടി ആകുമ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. സോ ആദ്യം നമുക്ക് മൈറ്റോകോൺട്രിയയെ പറ്റി പഠിക്കാം. The number of mitochondria varies according to the physiological activity of the cell. നമുക്കറിയാം, ഓരോ സെല്ലിനും പ്രത്യേകം ഫങ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി ഓഫ് ദി സെൽ വേരി ചെയ്യും. എന്തിനനുസരിച്ച്? ദ നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ, ഓരോ സെല്ലിലും അടങ്ങിയിരിക്കുന്ന മൈറ്റോകോൺട്രിയയുടെ എണ്ണം അനുസരിച്ച് ആ ഒരു സെല്ലിൻ്റെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി മാറിക്കൊണ്ടിരിക്കും. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് ഒരു ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചറാണ്. മൈറ്റോകോൺട്രിയയെ ആവരണം ചെയ്ത് ഒരു ഡബിൾ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ഒരു ഔട്ടർ മെംബ്രെയിനും ഉണ്ടായിരിക്കും, ഒരു ഇന്നർ മെംബ്രെയിനും ഉണ്ടായിരിക്കും. അത്തരത്തിൽ ആ മൈറ്റോകോൺട്രിയയുടെ ലൂമനെ നമുക്ക് 2 അക്വസ് കമ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിക്കാൻ പറ്റും. മൈറ്റോകോൺട്രിയയുടെ ലൂമനെ നമുക്ക് 2 കമ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ ഔട്ടർ കമ്പാർട്ട്മെൻറ്റും രണ്ടാമത്തത് ഇന്നർ കമ്പാർട്ട്മെൻറ്റും. അതിൽ ഇന്നർ കമ്പാർട്ട്മെൻറ്റിൻ്റെ പേരാണ് മെട്രിക്സ്. അപ്പോൾ ദ ഇന്നർ കമ്പാർട്ട്മെൻറ്റ് ഈസ് കോൾഡ് ദ മെട്രിക്സ്. ഈ മെട്രിക്സിൽ ഒരുപാട് ഇൻഫോൾഡിങ്സ് കാണും, ഒരുപാട് മടക്കുകൾ, അകത്തോട്ടുള്ള മടക്കുകൾ കാണും മെട്രിക്സിനകത്ത്. അതിനെ നമ്മൾ ക്രിസ്റ്റേ എന്നാണ് പറയുന്നത്. ക്രിസ്റ്റേ. ദ ഇന്നർ മെംബ്രെയിൻ ഫോംസ് എ നമ്പർ ഓഫ് ഇൻഫോൾഡിങ്സ് കോൾഡ് ദ ക്രിസ്റ്റേ ടുവേർഡ്സ് ദ മെട്രിക്സ്. അപ്പോൾ മെട്രിക്സിനകത്തോട്ട് മടക്കുകൾ കാണും, അതിനെ നമ്മൾ ക്രിസ്റ്റേ എന്നാണ് പറയുന്നത്. ഒരു മൈറ്റോകോൺട്രിയയുടെ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സ്ട്രക്ചർ. ഈ മടക്കുകൾ അല്ലെങ്കിൽ ആ ഒരു ക്രിസ്റ്റയാണ് മൈറ്റോകോൺട്രിയയുടെ സർഫസ് ഏരിയ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ ഒരു ക്രിസ്റ്റേ കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒരു മടക്കുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മൈറ്റോകോൺട്രിയയുടെ സർഫസ് ഏരിയ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഈ മെംബ്രെയിൻസിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഡബിൾ ലെയേർഡ് മെംബ്രെയിനാണ് മൈറ്റോകോൺട്രിയയ്ക്കുള്ളത്. ഈ ഡബിൾ മെംബ്രെയിൻ്റെ അകത്ത് സ്പെസിഫൈഡ് എൻസൈംസ് ഉണ്ടായിരിക്കും. ഈ എൻസൈംസാണ് മൈറ്റോകോൺട്രിയയുടെ ഫങ്ഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയയെ കറക്റ്റ് ഫങ്ഷൻ ചെയ്യാൻ സഹായിക്കുന്നത് ഈ എൻസൈംസാണ്. എയറോബിക് റെസ്പിറേഷനാണ് പ്രധാനമായിട്ട് മൈറ്റോകോൺട്രിയയുടെ ഫങ്ഷൻ. മൈറ്റോകോൺട്രിയ ആർ ദ സൈറ്റ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ and they produce cellular energy in the form of ATP, hence called powerhouse of the cell. അപ്പോൾ നമുക്കറിയാം, ഒരു സെല്ലിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. എന്തുകൊണ്ടാണ് പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്? ദേ പ്രൊഡ്യൂസ് സെല്ലുലാർ എനർജി ഇൻ ദ ഫോം ഓഫ് ATPയുടെ രൂപത്തിൽ സെല്ലുലാർ എനർജി, കോശ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് മൈറ്റോകോൺട്രിയ ആയതുകൊണ്ടാണ് ATP നമ്മൾ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത്. The matrix also possesses single circular DNA molecule and a few RNA molecule. Ribosomes, they synthesize their own protein. ഇനി ഈ മെട്രിക്സിനകത്ത് DNA മോളിക്യൂൾസ് വരുന്നുണ്ട്, RNA മോളിക്യൂൾസ് വരുന്നുണ്ട്, റൈബോസോംസും വരുന്നുണ്ട്. ഇവയാണ് എന്തിനു സഹായിക്കുന്നത്? റൈബോസോം നമുക്കറിയാം, അതിൻ്റെ ഫങ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഇനി മൈറ്റോകോൺട്രിയ ഡിവൈഡ് ബൈ ഫിഷൻ.
അപ്പോൾ പുതിയ മൈറ്റോകോൺട്രിയകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഫിഷൻ പ്രോസസ്സ് വഴിയാണ് രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മൈറ്റോകോൺട്രിയയെ പറ്റി പറയാനുള്ളത്. നമുക്കിപ്പോൾ ഒരിക്കൽ കൂടി പറയാം. അതായത് ആദ്യത്തെ പോയിൻ്റ്, ഒരു സെല്ലിൻ്റെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി ആ സെല്ലിൽ അടങ്ങിയിരിക്കുന്ന മൈറ്റോകോൺട്രിയയുടെ എണ്ണത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ മൈറ്റോകോൺട്രിയയ്ക്ക് ഒരു ഡബിൾ ലെയേർഡ് സ്ട്രക്ചറാണ് ഉള്ളത്. ഒരു ഔട്ടർ ലെയറും കാണും, ഒരു ഇന്നർ ലെയറും, അല്ലെങ്കിൽ ഒരു ഔട്ടർ മെംബ്രെയിനും കാണും, ഒരു ഇന്നർ മെംബ്രെയിനും കാണും. അതിനകത്തെ ലൂമനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഔട്ടർ കമ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇന്നർ കമ്പാർട്ട്മെൻറ്റ്. അതിൽ ഇന്നർ കമ്പാർട്ട്മെൻറ്റിനെ നമ്മൾ മെട്രിക്സ് എന്നാണ് പറയുന്നത്. ആ മെട്രിക്സിനകത്ത് ഒരുപാട് മടക്കുകൾ, ഇൻഫോൾഡിങ്സ് കാണും. ആ ഇൻഫോൾഡിങ്സിനെ നമ്മൾ ക്രിസ്റ്റ എന്നാണ് പറയുന്നത്. ഈ ക്രിസ്റ്റയാണ് മൈറ്റോകോൺട്രിയയുടെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്. ഇതിനകത്ത്, ഈ മെംബ്രെയിൻസിനകത്ത് ഒരുപാട് സ്പെസിഫൈഡ് എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് എന്തിനു സഹായിക്കുന്നു? മൈറ്റോകോൺട്രിയയെ കറക്റ്റ് ഫങ്ഷൻ ചെയ്യുവാൻ സഹായിക്കുന്നു. എയറോബിക് റെസ്പിറേഷനാണ് മൈറ്റോകോൺട്രിയയുടെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ. പിന്നെ സെല്ലിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. ഇതിന് കാരണം എന്താണ്? ATPയുടെ രൂപത്തിൽ സെല്ലുലാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് മൈറ്റോകോൺട്രിയയാണ്. പിന്നെ മൈറ്റോകോൺട്രിയയുടെ അകത്ത് മെട്രിക്സിൽ DNA മോളിക്യൂൾ, RNA മോളിക്യൂൾ, റൈബോസോംസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. റൈബോസോമിൻ്റെ പ്രധാന ചുമതല നമുക്കറിയാം, പ്രോട്ടീൻ സിന്തസിസ് ആണ്. പിന്നെ മൈറ്റോകോൺട്രിയ ഡിവൈഡ് ബൈ ഫിഷൻ പ്രോസസ്സ് വഴിയാണ് മൈറ്റോകോൺട്രിയ ഡിവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, പ്ലാസ്റ്റിഡ്സ് ആർ ഫൗണ്ട് ഇൻ ഓൾ പ്ലാന്റ് സെൽസ് ആൻഡ് ഇൻ യൂഗ്ലിനോയിഡ്സ്. അപ്പോൾ പ്ലാസ്റ്റിഡ്സ് പ്രധാനമായിട്ടും പ്ലാന്റ് സെല്ലിലും യൂഗ്ലിനോയിഡ്സിലുമാണ് കാണപ്പെടുന്നത്. ദേ ബെയർ സം സ്പെസിഫിക് പിഗ്മെൻറ്റ് ഇമ്പാർട്ട് സ്പെസിഫിക് കളർ ടു ദ പ്ലാന്റ്സ്. അപ്പോൾ പ്ലാന്റ്സിന് പ്രത്യേകം കളർ കൊടുക്കാൻ സഹായിക്കുന്ന പിഗ്മെൻറ്റുകൾ ഈ പ്ലാസ്റ്റിഡിൽ അടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം പ്ലാന്റ്സിന് കളർ ഉണ്ടല്ലേ, ഇപ്പം ഗ്രീൻ മാത്രമല്ല, ഇപ്പം റെഡ്, യെല്ലോ, ഓറഞ്ച്, അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് പ്ലാന്റ്സിന് വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കളേഴ്സിന് കാരണമായിട്ടുള്ള പിഗ്മെൻറ്റ്സ് ഈ പ്ലാസ്റ്റിഡ്സിൽ കാണപ്പെടുന്നു. അപ്പോൾ ഒരു പ്ലാന്റിൽ അടങ്ങിയിരിക്കുന്ന ഒരു പിഗ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ ഏത് ടൈപ്പ് ഓഫ് പിഗ്മെൻറ്റാണ് ഒരു പ്ലാന്റിൽ അടങ്ങിയിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി നമുക്ക് പ്ലാസ്റ്റിഡിനെ മൂന്നായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. ക്രോമോ, ലൂക്കോ. ഓക്കെ, ഇതിലുള്ള 3 പ്ലാസ്റ്റിഡ്സ് ഉണ്ട്. അതിൽ ക്ലോറോപ്ലാസ്റ്റിലാണ് ക്ലോറോഫിൽ പിഗ്മെൻറ്റ് അടങ്ങിയിരിക്കുന്നത്. അതുമാത്രമല്ല, ക്ലോറോപ്ലാസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന വേറൊരു പിഗ്മെൻറ്റാണ് കരോട്ടിനോയിഡ്സ്. ഈ ക്ലോറോഫിലും കരോട്ടിനോയിഡ് പിഗ്മെൻറ്റും ഒക്കെ എന്തിനു സഹായിക്കുന്നു? ട്രാപ്പ് സോളാർ എനർജി ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സോളാർ എനർജി, സൗരോർജ്ജത്തിനെ ട്രാപ്പ് ചെയ്യാനായിട്ടാണ് ഈ പിഗ്മെൻറ്റ്സ് സഹായിക്കുന്നത്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ക്ലോറോഫില്ലും കരോട്ടിനോയിഡ്സും. ഇൻ ദ ക്രോമോപ്ലാസ്റ്റ്, ഫാറ്റ് soluble carotenoid pigments like carotene, xanthophylls are present. അപ്പോൾ നമ്മൾ ക്ലോറോപ്ലാസ്റ്റിൽ ഉള്ളത് ക്ലോറോഫില്ലാണെന്ന് പറഞ്ഞു. ഇനി ക്രോമോപ്ലാസ്റ്റിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? കരോട്ടീൻ, സാന്തോഫിൽ, അത്തരത്തിലുള്ള പിഗ്മെൻറ്റ്സാണ് അടങ്ങിയിരിക്കുന്നത്. ഈ കരോട്ടിൻ്റെയും സാന്തോഫിലിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് അത് ഫാറ്റ് സോല്യൂബിളാണ്, കൊഴുപ്പിൽ ലയിക്കുന്ന പിഗ്മെൻറ്റ്സാണ്. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ലൂക്കോപ്ലാസ്റ്റ് കളർലെസ് ആണ്. അതിന് കളറൊന്നും കാണത്തില്ല. അതിൻ്റെ ഷേപ്സും സൈസും ഒക്കെ മാറുന്നതനുസരിച്ച് നമുക്ക് ലൂക്കോപ്ലാസ്റ്റിനെ പ്രധാനമായിട്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ബേസ്ഡ് ഓൺ ദിയർ സൈസ് ആൻഡ് ഷേപ്പ്. ഫസ്റ്റ് വൺ അമൈലോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റോർ കാർബോഹൈഡ്രേറ്റ്. അമൈലോ മീൻസ് എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റോർ ചെയ്യുന്ന പ്ലാസ്റ്റിഡ്സ് ആണ് അമൈലോപ്ലാസ്റ്റ്. സെക്കൻഡ് വൺ ഇലയോപ്ലാസ്റ്റ്, എലയോപ്ലാസ്റ്റ്, സ്റ്റോർ ഓയിൽസ് ആൻഡ് ഫാറ്റ്. ഓയിലിനെയും ഫാറ്റിനെയും ഒക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് എലയോപ്ലാസ്റ്റ്. ദെൻ അലിയൂറോപ്ലാസ്റ്റ്, സ്റ്റോർ പ്രോട്ടീൻസ് ആൻഡ് മിനറൽസിനെയും പ്രോട്ടീൻസിനെയും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന പ്ലാസ്റ്റിഡാണ് അലിയൂറോപ്ലാസ്റ്റ്. അപ്പോൾ ലൂക്കോപ്ലാസ്റ്റിനെ 3ആയിട്ട് തിരിച്ചു. അമൈലോപ്ലാസ്റ്റ് സ്റ്റോർ കാർബോഹൈഡ്രേറ്റ്, എലയോപ്ലാസ്റ്റ് സ്റ്റോർ ഓയിൽ ആൻഡ് ഫാറ്റ്, അലിയൂറോപ്ലാസ്റ്റ് സ്റ്റോർ പ്രോട്ടീൻസ് ആൻഡ് മിനറൽസ്.
പിന്നെ ഇലകളിൽ കാണപ്പെടുന്ന ചില കോശങ്ങളാണ് മീസോഫിൽ സെൽസ് എന്ന് പറയുന്നത്. മീസോഫിൽ സെൽസ് ഇലകളിൽ പ്ലാന്റ്സിൻ്റെ ലീവ്സിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളാണ് മീസോഫിൽ കോശങ്ങൾ. ഈ മീസോഫിൽ കോശങ്ങളിൽ കാണപ്പെടുന്നവയാണ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് എവിടെ കാണപ്പെടുന്നു? ഇൻ ദ മീസോഫിൽ സെൽസ് ഓഫ് ദി ലീവ്സ്. ഇനി ക്ലോറോപ്ലാസ്റ്റിനെ പറ്റി പറയുമ്പോൾ അതൊരു ഡബിൾ മെംബ്രെയിനാണ്, ഡബിൾ ലെയർഡ് മെംബ്രെയിനാണ്. ദ സ്പേസ് ലിമിറ്റഡ് ബൈ ഇന്നർ മെംബ്രെയിൻ ഇസ് കോൾഡ് സ്ട്രോമ. ഓക്കെ, അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റിനകത്ത് കാണപ്പെടുന്ന ഒരു സ്പേസ് നമുക്ക് സ്ട്രോമ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രോമ എവിടെയാണ് കാണപ്പെടുന്നത്? ക്ലോറോപ്ലാസ്റ്റിനകത്താണ് കാണപ്പെടുന്നത്. ദെൻ flattened membranous sacs called thylakoid are present in the stroma. സ്ട്രോമയ്ക്കകത്ത് കാണപ്പെടുന്ന ഒരു സാക്ക് എന്ന് വെച്ചാൽ സഞ്ചി പോലുള്ള സ്ട്രക്ചേഴ്സാണ് തൈലാക്കോയിഡ് സ്ട്രക്ചേഴ്സ്. തൈലാക്കോയിഡ് ചിട്ടയായി ക്രമീകരിച്ചിരിക്കുന്ന ഫ്ലാറ്റൻഡ് മെംബ്രേനിയസ് സാക്സ് ആണ് തൈലാക്കോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രോമോപ്ലാസ്റ്റിനകത്ത് സ്ട്രോമ കാണപ്പെടുന്നു, സ്ട്രോമയ്ക്കകത്ത് കാണപ്പെടുന്നതാണ് തൈലാക്കോയിഡ്. ദെൻ ഈ തൈലാക്കോയിഡ്സ് അറേഞ്ച് ചെയ്ത് നമ്മൾ പഠിച്ച ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ചിത്രം ഓർമ്മയുണ്ടാവും. തൈലാക്കോയിഡ്സ് അറേഞ്ച് ചെയ്ത് കോയിൻസ് നാണയങ്ങൾ അടുക്കി വച്ചിരിക്കുന്ന രീതിയിൽ ഫോം ചെയ്യുമ്പോൾ ആ ഒരു അങ്ങനെ രൂപപ്പെടുന്ന ഫോമിനാണ് നമ്മൾ ഗ്രാന എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാന എങ്ങനെയാണ് ഉണ്ടാകുന്നത്? തൈലാക്കോയിഡ്സ് കോയിൻസ് പോലെ അടുക്കി വച്ച് വരുമ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഒരു രൂപമാണ് നമ്മൾ ഗ്രാന എന്ന് പറയുന്നത്. തൈലാക്കോയിഡ്സ് ആർ അറേഞ്ച്ഡ് ലൈക്ക് സ്റ്റേക്സ് ഓഫ് കോയിൻസ് ടു ഫോം ഗ്രാന. ഇനി സ്ട്രോമ ലാമല്ലേ എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് മെംബ്രേനിയസ് ട്യൂബ്യൂൾസ് ആണ്. ഓക്കെ, സ്ട്രോമ ലാമല്ലേ എന്ന് വെച്ചാൽ മീനിങ് പരന്ന എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രോമ ലാമല്ലേ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്ലാറ്റ് മെംബ്രേനിയസ് ട്യൂബ്യൂൾസിനെയാണ് നമ്മൾ സ്ട്രോമ ലാമല്ലേ എന്ന് പറയുന്നത്. ഇനി തൈലാക്കോയിഡ്സിനകത്ത് വരുന്ന ഒരു സ്പേസാണ് ലൂമൻ. ഓക്കെ, തൈലാക്കോയിഡ്സ് എൻക്ലോസ് എ സ്പേസ് കോൾഡ് ലൂമൻ. ഇനി ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ് കാണപ്പെടുന്നത് എവിടെയാണ്? തൈലാക്കോയിഡ്സിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ തൈലാക്കോയിഡ്സ്. ക്ലോറോഫിൽ എവിടെ കാണപ്പെടുന്നു? തൈലാക്കോയിഡിലാണ് കാണപ്പെടുന്നത്. ദെൻ നമുക്ക് പഠിക്കാനുള്ളത് റൈബോസം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്ക് പ്ലാസ്റ്റിഡ്സ് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് ടേംസ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ നമുക്ക് ഒരിക്കൽ കൂടി പറയാം. പ്ലാസ്റ്റിഡ്സ് എവിടെയൊക്കെ കാണപ്പെടുന്നു? പ്ലാന്റ് സെല്ലിലും യൂഗ്ലിനോയിഡ്സിലുമാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള കളർ കൊടുക്കാനുള്ള പിഗ്മെൻറ്റ്സ് ഈ പ്ലാസ്റ്റിഡിലാണ് കാണപ്പെടുന്നത്. ടൈപ്പ് ഓഫ് പിഗ്മെൻറ്റിനെ അടിസ്ഥാനമാക്കി നമുക്ക് പ്ലാസ്റ്റിഡിനെ മൂന്നായിട്ട് തരംതിരിക്കാം: ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. അതിൽ ക്ലോറോഫില്ലും കരോട്ടിനോയിഡ് പിഗ്മെൻറ്റ്സുമാണ് ക്ലോറോപ്ലാസ്റ്റിൽ അടങ്ങിയിരിക്കുന്നത്. കരോട്ടിൻ സാന്തോഫിൽ പിഗ്മെൻറ്റ്സ് ആണ് ക്രോമോപ്ലാസ്റ്റിൽ അടങ്ങിയിരിക്കുന്നത്. ലൂക്കോപ്ലാസ്റ്റ് കളർലെസ് ആണ്. സ്പീഡ് കൂടുതലാണെങ്കിൽ സ്പീഡ് കുറച്ച് വെച്ച് കാണുക. ലൂക്കോപ്ലാസ്റ്റ് കളർലെസ് ആണ്. ലൂക്കോപ്ലാസ്റ്റിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചു: അമൈലോപ്ലാസ്റ്റ് സ്റ്റോർ കാർബോഹൈഡ്രേറ്റ്, ഇലയോപ്ലാസ്റ്റ് സ്റ്റോർ ഓയിൽ ആൻഡ് ഫ്ലാറ്റ്, അലീറോപ്ലാസ്റ്റ് സ്റ്റോർ പ്രോട്ടീൻസ് ആൻഡ് മിനറൽസ്. ദെൻ ക്ലോറോപ്ലാസ്റ്റിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഇലകളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളാണ് മീസോഫിൽ കോശങ്ങൾ. മീസോഫിൽ കോശങ്ങളിലാണ് ക്ലോറോപ്ലാസ്റ്റുകൾ കാണപ്പെടുന്നത്. ദെൻ ക്ലോറോപ്ലാസ്റ്റിനകത്താണ് സ്ട്രോമ വരുന്നത്. സ്ട്രോമയ്ക്കകത്ത് തൈലാക്കോയിഡ്സ് കാണപ്പെടുന്നു. തൈലാക്കോയിഡ്സ് അറേഞ്ച് ചെയ്യുന്നത് നാണയം അടുക്കി വെച്ച രീതിയിൽ സ്റ്റേക്ക് ചെയ്യുമ്പോൾ ഗ്രാന കിട്ടുന്നു. തൈലാക്കോയിഡ്സ് അറേഞ്ച്ഡ് ലൈക്ക് സ്റ്റേക്സ് ഓഫ് കോയിൻസ് ടു ഫോം ഗ്രാന. പിന്നെ തൈലാക്കോയിഡ്സിനകത്ത് വരുന്ന സ്പേസിനെ നമ്മളെന്ത് പറഞ്ഞു? ലൂമൻ എന്ന് പറഞ്ഞു. പിന്നെ ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ് എവിടെ കാണപ്പെടുന്നു? തൈലാക്കോയിഡ്സിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റൈബോസം.
അപ്പോൾ റൈബോസോം സ്ട്രക്ചറിനെ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്ത സയൻറ്റിസ്റ്റാണ് ജോർജ് പാലഡെ. പേര് ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട്. പാലഡെ എന്ന് ഓർത്താൽ മതി. ജോർജ് പാലഡെ 1953 റൈബോസോം എന്ന സ്ട്രക്ചറിനെ ഒബ്സർവ് ചെയ്യുന്നത്. ജോർജ് പാലഡെ ഒബ്സർവ്ഡ് റൈബോസോം സ്ട്രക്ചർ ഇൻ 1953. അപ്പോൾ റൈബോസോമിനകത്ത് എന്താണ് വരുന്നത്? ആർ എൻ എ ആണ് വരുന്നത്. RNA ആൻഡ് പ്രോട്ടീൻസ്. റൈബോസോം കമ്പോസ്ഡ് ഓഫ് റൈബോന്യൂക്ലിക് ആസിഡ് ആൻഡ് പ്രോട്ടീൻസ്. ഇനി മെംബ്രെയിൻ ഇല്ലാത്ത ഒരു പ്രത്യേക മെംബ്രെയിൻ ഇല്ലാത്ത സ്ട്രക്ചറാണ് റൈബോസോം. അപ്പോൾ റൈബോസോമിന് ചുറ്റും എന്ത് കാണപ്പെടുന്നില്ല? മെംബ്രെയിൻസ് കാണപ്പെടുന്നില്ല. അത് 2 തരത്തിലുള്ള റൈബോസോംസ് ഉണ്ട്. യൂക്കാരിയോട്ടിക് റൈബോസോമും പ്രോകാരിയോട്ടിക് റൈബോസോമും. അതിൽ യൂക്കാരിയോട്ടിക് റൈബോസോംസ് ആർ 80S വൈൽ ദ പ്രോകാരിയോട്ടിക് റൈബോസോംസ് ആർ 70S. അതിൽ S സ്റ്റാൻഡ്സ് ഫോർ സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻറ്റ് മെഷർ ഓഫ് ഡെൻസിറ്റി ആൻഡ് സൈസ്. അപ്പോൾ സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എസ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് എ മെഷർ ഓഫ് ഡെൻസിറ്റി ആൻഡ് സൈസ്. അപ്പോൾ യൂക്കാരിയോട്ടിക് ഇത് സ്റ്റേറ്റ്മെൻറ്റ് അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് തന്നെ ഈ പോയിൻറ്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. യൂക്കാരിയോട്ടിക് റൈബോസോംസ് ആർ 80S വൈൽ ദ പ്രോകാരിയോട്ടിക് റൈബോസോംസ് ആർ 70S. അതിൽ എസ് എന്ന് പറയുന്നത് എന്താണ്? സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻറ്റ്. ഇറ്റ്സ് എ മെഷർ ഓഫ് ഡെൻസിറ്റി ആൻഡ് സൈസ്. ഇനി പ്രോട്ടീൻ ഫാക്ടറി ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് റൈബോസോമാണ്. കാരണം റൈബോസോമിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഓക്കെ, അപ്പോൾ റൈബോസോമിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. റൈബോസോം ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത് ജോർജ് പാലഡെ 1953. ഇതിനകത്ത് RNA വരുന്നുണ്ട്, പ്രോട്ടീൻസ് വരുന്നുണ്ട്. ഇതൊരു നോൺ മെമ്പറേനിയസ് സെൽ ഓർഗണലാണ്. 2 തരത്തിലുള്ള റൈബോസോമുണ്ട്. യൂക്കാരിയോട്ടിക് റൈബോസോംസും പ്രോകാരിയോട്ടിക് റൈബോസോംസും. അതിൽ യൂക്കാരിയോട്ടിക് റൈബോസോംസ് 80S ആണ്, വൈൽ പ്രോകാരിയോട്ടിക് റൈബോസോംസ് ആർ 70S. S സ്റ്റാൻഡ്സ് ഫോർ സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻറ്റ്. ഇറ്റ്സ് ദ മെഷർ ഓഫ് ഡെൻസിറ്റി ആൻഡ് സൈസ്. Then the primary function of ribosomes are protein synthesis and hence called protein factory of the cell. Then next topic is cytoskeleton. Cytoskeleton is an elaborate network of filamentous proteinaceous structures present in the cytoplasm is collectively known as cytoskeleton. അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ അടങ്ങിയിരിക്കുന്ന ഫിലമെൻ്റസ് നെറ്റ്വർക്ക് സ്ട്രക്ചറിനാണ് നമ്മൾ സൈറ്റോസ്കെലിറ്റൺ എന്ന് പറയുന്നത്. ഇത് പ്രോട്ടീൻ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സൈറ്റോസ്കെലിറ്റൺ ഇൻവോൾവ്ഡ് ഇൻ മെനി ഫങ്ഷൻസ് സച്ച് ആസ് മെക്കാനിക്കൽ സപ്പോർട്ട്, മോട്ടിലിറ്റി, മെയിൻ്റനൻസ് ഓഫ് ദി ഷേപ്പ് ഓഫ് ദി സെൽ. അപ്പോൾ പ്രോട്ടീൻ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള സ്ട്രക്ചറാണ് സൈറ്റോസ്കെലിറ്റൺ എന്ന് പറയുന്നത്. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? സൈറ്റോപ്ലാസത്തിലാണ് കാണപ്പെടുന്നത്. സൈറ്റോസ്കെലിറ്റൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ സെല്ലിനൊരു മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക, സെല്ലിനെ മൂവ് ചെയ്യാൻ മോട്ടയിലാക്കാൻ സഹായിക്കുക, മെയിൻ്റനൻസ് ഓഫ് ദി ഷേപ്പ് ഓഫ് ദ സെല്ലിന് ഷേപ്പ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് സീലിയ ആൻഡ് ഫ്ലജല്ല. സീലിയ ആൻഡ് ഫ്ലജല്ല ആർ ഹെയർ ലൈക്ക് ഔട്ട്ഗ്രോത്ത്സ് ഓഫ് ദ സെൽ മെംബ്രെയിനിൽ നിന്നും വരുന്ന ഹെയർ ലൈക്ക് ഔട്ട്ഗ്രോത്തിനെയാണ് നമ്മൾ സീലിയ ആൻഡ് ഫ്ലജല്ല എന്ന് പറയുന്നത്. അതിൽ സീലിയ എന്തിനു സഹായിക്കുന്നു? സെല്ലിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കുന്നതാണ് സീലിയ. ഫ്ലജല്ല ആർ ലോങ്ങർ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ സെൽ മൂവ്മെൻറ്റ്. അപ്പം സീലിയ വളരെ സ്മോളാണ്, ഫ്ലജല്ല ലോങ്ങറാണ്. ഫ്ലജല്ലയ്ക്ക് നീളം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫ്ലജല്ലയും രണ്ടിൻ്റെയും സീലിയയുടെയും ഫ്ലജല്ലയുടെയും ഫങ്ഷൻ സെല്ലിൻ്റെ മൂവ്മെൻറ്റാണ്. പക്ഷേ സീലിയ സ്മാളാണ്, ഫ്ലജല്ല ലോങ്ങറാണ്. ഇനി അടുത്തത് സീലിയയ്ക്കും ഫ്ലജലയ്ക്കും അകത്ത് കോറിൽ വരുന്നതാണ് ആക്സോനിയം. പോസസ് നമ്പർ ഓഫ് മൈക്രോട്യൂബിൾസ് റണ്ണിങ് പാരലൽ ടു ദ ലോങ് ആക്സിസ്. അപ്പോൾ സീലിയയ്ക്കും ഫ്ലജലയ്ക്കും അകത്ത് വരുന്ന മൈക്രോ സ്ട്രക്ചേഴ്സാണ് ആക്സോനിയം എന്ന് പറയുമ്പോൾ മൈക്രോട്യൂബിൾസ്, ചെറിയ മൈക്രോ ട്യൂബിൾസിൻ്റെ ഷേപ്പിൽ കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സാണ് ആക്സോനിയംസ്. സീലിയയും ഫ്ലജല്ലയും ഒരുമിച്ച് രൂപം കൊടുക്കുന്ന ഫോംസാണ് ബേസൽ ബോഡീസ്. എന്താണ് ബേസൽ ബോഡീസ്?
Thus, both cilia and flagella emerge from centrioles-like structures called basal bodies. അപ്പോൾ സെൻട്രിയോൾസിൽ നിന്നും ബോത്ത് സീലിയ ആൻഡ് ഫ്ലജല എമർജ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എമർജ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ അവയെ എന്ത് പറയുന്നു? ബേസൽ ബോഡീസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ബോത്ത് സീലിയ ആൻഡ് ഫ്ലജല എമർജ് ഫ്രം സെൻട്രിയോൾസ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ബേസൽ ബോഡീസ്. Then next topic is centrosome. Centrosome and centrioles ആണ്. Centrosome is an organelle usually containing two cylindrical structures called centrioles. അപ്പോൾ സെൻട്രോസോം എവിടെ കാണപ്പെടുന്നു? സെല്ലിൽ കാണപ്പെടുന്നു. അപ്പോൾ സെല്ലിൻ്റെ ഒരു ഓർഗണൽ ആണ് സെൻട്രോസോം. സെൻട്രോസോമിൽ കാണപ്പെടുന്ന രണ്ട് സിലിണ്ട്രിക്കൽ സ്ട്രക്ചേഴ്സിനെ നമ്മൾ സെൻട്രിയോൾസ് എന്നാണ് പറയുന്നത്. സെൻട്രോസോമിൽ കാണപ്പെടുന്ന രണ്ട് സിലിണ്ട്രിക്കൽ സ്ട്രക്ചറുകളെയാണ് സെൻട്രിയോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രിയോൾസ് എവിടെയാണ് കാണപ്പെടുന്നത്? സെൻട്രോസോമിൻ്റെ അകത്താണ് കാണപ്പെടുന്നത്. ഇനി സെൻട്രിയോൾസ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പരസ്പരം ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രോസോമിനകത്ത് സെൻട്രിയോൾ കാണപ്പെടുന്നു. ഈ രണ്ട് സെൻട്രിയോളും എങ്ങനെ കാണുകയാണ്? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ബോത്ത് സെൻട്രിയോൾസ് ഇൻ എ സെൻട്രിയം ലൈ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇനി സെൻട്രിയോളിൻ്റെ സെൻട്രൽ പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ഹബ്ബ്. സെൻട്രൽ പാർട്ട് ഓഫ് ദ സെൻട്രിയോൾ ഈസ് കോൾഡ് ഹബ്ബ്. ഹബ്ബ്, HUB, ഹബ്ബ്. ഓക്കെ, സെൻട്രൽ പാർട്ട് ഓഫ് ദ സെൻട്രിയോൾ ഈസ് കോൾഡ് ഹബ്ബ്. ദ ഹബ്ബ് കണക്റ്റഡ് ടു പെരിഫറൽ ട്രിപ്ലെറ്റ്സ് ബൈ റേഡിയൽ സ്പോക്സ്. അപ്പോൾ ഈ ഹബ്ബ് കണക്ട് ചെയ്ത് വരുന്നതാണ് റേഡിയൽ സ്പോക്സ്. പിന്നെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് സെൽ ഡിവിഷൻ്റെ സമയത്ത് സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യുന്ന കാര്യം, അല്ലേ? നേരിയ തന്തുക്കൾ ഫോം ചെയ്ത് സെൽ ഡിവിഷൻ്റെ സമയത്ത് നേരിയ തന്തുക്കൾ രൂപപ്പെടാറുണ്ട്. അതിന് കാരണം എന്താണ്? The centriole forms the basal body for cilia, flagella and forms spindle fibers during cell division. അത്തരത്തിലുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ് സെൽ ഡിവിഷന് സമയത്ത് രൂപപ്പെടാൻ കാരണം ഈ സെൻട്രിയോൾസ് ആണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള തന്തുക്കൾ രൂപപ്പെടാൻ കാരണം സെൻട്രിയോൾസ് ആണ്. സെൻട്രിയോൾസ് ഫോം ദ ബേസൽ ബോഡി ഫോർ സീലിയ ആൻഡ് ഫ്ലജല്ല. അപ്പോൾ ഈ തന്തുക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. തന്തുക്കൾ എന്ന് പറയുമ്പോൾ ലോങ് ഫിലമെൻസ് അല്ലേ? ഫിലമെൻസ് എന്ന് പറയുമ്പോൾ സീലിയയും ഫ്ലജല്ലയും വരാം. അപ്പോൾ സെൻട്രിയോൾസ് ഫോംസ് ദ ബേസൽ ബോഡി. അപ്പോൾ സീലിയയിലും ഫ്ലജല്ലയിലും ഈ ഒരു സെൻട്രിയോൾ എന്ന് പറയുന്ന ബേസൽ ബോഡി കാരണമാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് സെൽ ഡിവിഷൻ്റെ സമയത്ത് രൂപപ്പെടുന്നത്. പിന്നെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് ഈസി ടോപ്പിക്കാണ്. കുറച്ച് പ്രധാനപ്പെട്ട GK അതിൽ വരുന്നത് ഏതൊക്കെയെന്ന് വെച്ചാൽ റോബർട്ട് ബ്രൗൺ. ആരാണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്? റോബർട്ട് ബ്രൗൺ ആണ്. ഇൻ 1831 1831 ന്യൂക്ലിയസ് കണ്ടുപിടിക്കപ്പെടുന്നത്. റോബർട്ട് ബ്രൗൺ ആണ് കണ്ടുപിടിച്ചത്. പിന്നെ ന്യൂക്ലിയസിനകത്തുള്ള മെറ്റീരിയൽസിനെ സ്റ്റെയിൻ ചെയ്ത് എടുത്ത ആളുടെ പേരാണ് ഫ്ലെമിംഗ്. ഓക്കെ, അപ്പോൾ ദ മെറ്റീരിയൽസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് വാസ് സ്റ്റെയിൻഡ് ബൈ ഫ്ലെമിംഗ്. ആ മെറ്റീരിയൽസിനെ അദ്ദേഹം വിളിച്ച പേരാണ് ക്രൊമാറ്റിൻ. ഫ്ലെമിംഗ് കാൾഡ് ദ മെറ്റീരിയൽസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ആസ് ക്രൊമാറ്റിൻ. പിന്നെ എന്താണ് ന്യൂക്ലിയോലൈ? ദ ന്യൂക്ലിയസ് ഓൾസോ കണ്ടെയ്ൻസ് ന്യൂക്ലിയർ മെട്രിക്സ് ആൻഡ് 1 or 2 സ്ഫെറിക്കൽ ബോഡീസ് കോൾഡ് ന്യൂക്ലിയോലൈ. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സാണ് ന്യൂക്ലിയോലൈ. സ്ഫെറിക്കൽ ബോഡീസ് ആയിട്ടാണിത് കാണപ്പെടുന്നത്. ദെൻ ന്യൂക്ലിയർ പ്ലാസത്തിൻ്റെ മറ്റൊരു പേരാണ് ന്യൂക്ലിയർ മെട്രിക്സ് അല്ലെങ്കിൽ ന്യൂക്ലിയോ പ്ലാസം. ന്യൂക്ലിയോ പ്ലാസത്തിലാണ് ന്യൂക്ലിയോലസും ക്രൊമാറ്റിൻ ഒക്കെ കാണപ്പെടുന്നത്. ന്യൂക്ലിയോലസും ക്രൊമാറ്റിനും ഇവിടെ കാണപ്പെടുന്നു, ന്യൂക്ലിയോ പ്ലാസത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ഓർത്തിരിക്കാം? ന്യൂക്ലിയോലസ് ഇൻസൈഡ് ന്യൂക്ലിയോ പ്ലാസം. ന്യൂക്ലിയോലസ് എവിടെയാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയോ പ്ലാസത്തിനകത്താണ് കാണപ്പെടുന്നത്. ഇനി ക്രൊമാറ്റിൻസ് കൂടി ചേർന്നിട്ടാണ് ക്രോമസോം രൂപപ്പെടുന്നത്. അപ്പോൾ ക്രോമസോംസ് എങ്ങനെ ഉണ്ടാകുന്നു? ക്രൊമാറ്റിൻസ് കൂടി ചേർന്നിട്ടാണ് ക്രോമസോംസ് ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴാണ് ക്രൊമാറ്റിൻസ് കൂടിച്ചേരുന്നത്? സെൽ ഡിവിഷൻ്റെ സമയത്താണ് ക്രൊമാറ്റിൻസ്
കൂടിച്ചേരുന്നത്. ഇനി ഈ ക്രൊമാറ്റിൻ്റെ അകത്താണ് DNA വരുന്നത്. DNA വരുന്നുണ്ട്. പിന്നെ ക്രൊമാറ്റിൻ്റെ അകത്ത് സം ബേസിക് പ്രോട്ടീൻസ് വരുന്നുണ്ട്. ആ ബേസിക് പ്രോട്ടീൻസിനെ നമ്മൾ ഹിസ്റ്റോൺസ് എന്നാണ് പറയുന്നത്. ബേസിക് പ്രോട്ടീൻസിനെ നമ്മൾ ഹിസ്റ്റോൺസ് എന്ന് പറയുന്നു. പിന്നെ ക്രൊമാറ്റിനകത്ത് വരുന്നത് RNA വരുന്നുണ്ട്, നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി. ക്രൊമാറ്റിൻ്റെ അകത്ത് മെയിനായിട്ട് DNA വരുന്നു. DNAയുടെ കൂടെ ഹിസ്റ്റോൺസ്, നോൺ ഹിസ്റ്റോൺസ്, RNA. അപ്പോൾ ക്രൊമാറ്റിനകത്ത് വരുന്നത് RNA, DNA, ഹിസ്റ്റോൺസ്, നോൺ ഹിസ്റ്റോൺസ്. ഓക്കെ. പിന്നെ സെൻട്രോമിയർ. ഈച്ച് ക്രോമസോം എസെൻഷ്യലി ഹാസ് എ പ്രൈമറി കൺസ്ട്രക്ഷൻ ഓർ ദ സെൻട്രോമിയർ. ഇപ്പോൾ ക്രോമസോമിൻ്റെ അകത്ത് കാണപ്പെടുന്ന ക്രോമസോമിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതിനകത്താണ് നമ്മൾക്ക് സെൻട്രോമിയർ വരുന്നത്. സെൻട്രോമിയർ. ഈച്ച് ക്രോമസോം ഹാസ് സെൻട്രോമിയർ. Based on the position of the centromere, chromosomes are classified into 4 types. അപ്പം ക്രോമസോംസിന് അകത്ത് കാണപ്പെടുന്ന സെൻട്രോമിയറിൻ്റെ പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, ആക്രോസെൻട്രിക് ആൻഡ് ടീലോസെൻട്രിക്. മെറ്റാസെൻട്രിക് എന്ന് പറയുമ്പോൾ സെൻട്രോമിയർ അറ്റ് ദ മിഡിൽ വിത്ത് 2 ഈക്വൽ ആംസ്. ഓക്കെ. ആ ക്രോമസോമിൽ മെറ്റാസെൻട്രിക് എന്ന് പറയുമ്പോൾ സെൻട്രോമിയർ മിഡിൽ പോർഷനിൽ വരുന്നുവെങ്കിൽ നമ്മളതിനെ ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ മെറ്റാസെൻട്രിക് എന്ന് പറയുന്നു. ഇനി ഒരു 1 ഷോർട്ട് ആമും 1 ലോങ് ആമും, ഒരു നീളം കുറഞ്ഞ കൈയും നീളം കൂടിയ കൈയും, അതാണ് 1 ഷോർട്ട് ആം ആൻഡ് 1 ലോങ് ആം സ്ട്രക്ചർ ആണെങ്കിൽ സബ് മെറ്റാസെൻട്രിക് എന്നാണ് പറയുന്നത്. ഇനി വിത്ത് എക്സ്ട്രീംലി ഷോർട്ട് ആം ആൻഡ് വെരി ലോങ് ആം, വളരെ നീളം കൂടിയ കൈയും വളരെ നീളം കുറഞ്ഞ കൈയും ഉള്ള സ്ട്രക്ചറാണെങ്കിൽ ആ ക്രോമസോമിനെ നമ്മൾ ആക്രോസെൻട്രിക് എന്നാണ് പറയുന്നത്. ഇനി സെൻട്രോമിയർ ടെർമിനൽ പൊസിഷനിലാണ് എങ്കിൽ അതിനെ നമ്മൾ ടീലോസെൻട്രിക് എന്നാണ് പറയുന്നത്. ടീലോസെൻട്രിക് ഷേപ്പ് വിത്ത് ദ ക്രോമസോം വിത്ത് സെൻട്രോമിയർ അറ്റ് ദ ടെർമിനൽ പൊസിഷൻ. അപ്പോൾ അത്രയാണ് നമുക്ക് ന്യൂക്ലിയസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ന്യൂക്ലിയസിനെ പറ്റി പറഞ്ഞിട്ടുള്ള പ്രധാന പോയിൻറ്റ്സ്: ന്യൂക്ലിയസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ റോബർട്ട് ബ്രൗൺ ഇൻ 1831. ന്യൂക്ലിയസിനകത്തുള്ള മെറ്റീരിയൽസിനെ സ്റ്റെയിൻ ചെയ്ത ആളുടെ പേര് ഫ്ലെമിംഗ് എന്നാണ്. അദ്ദേഹം മെറ്റീരിയൽസിനെ ക്രൊമാറ്റിൻ എന്നാണ് പറഞ്ഞത്. ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന ഇതാണ് ന്യൂക്ലിയോലൈ. ഓക്കെ. ന്യൂക്ലിയോലൈ എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ബോഡീസാണ്. ന്യൂക്ലിയർ മെട്രിക്സിൻ്റെ മറ്റൊരു പേരാണ് ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയോപ്ലാസത്തിനകത്താണ് ന്യൂക്ലിയോലസും ക്രൊമാറ്റിനും ഉള്ളത്. ഇപ്പോൾ ക്രൊമാറ്റിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? ഹിസ്റ്റോൺസ്, നോൺ ഹിസ്റ്റോൺസ് പ്രോട്ടീൻസ്, RNA, DNA. പിന്നെ സെൻട്രോമിയർ പറഞ്ഞു. അപ്പോൾ സെൻട്രോമിയറിൻ്റെ പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു? ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ, ക്രോമസോംസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 4 ടൈപ്സ്. ക്രോമസോമിനെ 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം: മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, ആക്രോസെൻട്രിക് ആൻഡ് ടീലോസെൻട്രിക്. ഓക്കെ. അപ്പോൾ ഇത്രയും ആയപ്പോൾ നമ്മുടെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതിൻ്റെ നോട്ട്സ് എല്ലാം ഞാൻ ടെലിഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ. താങ്ക് യു സോ മച്ച്.